വികസിത ഭാവിയിൽ ചാലകശക്തിയായിത്തീരുന്ന സാങ്കേതിക വിദ്യാരംഗത്ത് അതിവേഗ മികവ് കൈവരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോഴിതാ എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ ISROയുടെ നേതൃത്വത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് വികസന യാത്രയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി നേടിയിരിക്കുകയാണ് രാജ്യം. ISROയും മദ്രാസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും കൈകോർത്താണ് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യാരംഗത്ത് സ്വയം പര്യാപ്തതയ്ക്കായി ഇന്ത്യ നടത്തുന്ന മുന്നേറ്റങ്ങളുടെ ഭാഗമാണിത്. IRIS അഥവാ ഇൻഡിജിനസ് റിസ്ക് കൺട്രോളർ ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിപ്പ് ശക്തി മൈക്രോ പ്രോസസ്സിനെ അടിസ്ഥാനമാക്കിയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ISROയുടെ തന്ത്രപ്രധാനമായ ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്ന ആപ്ലിക്കേഷനുകളിൽ ഈ പുതു സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർണായക ഘടകമായി തീരും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ നൂതന സാങ്കേതിക മുന്നേറ്റം ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ RISV സംരംഭത്തിന് കീഴിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളുടെ വികസനം സാധ്യമാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നത്. ബഹിരാകാശ സാങ്കേതിക വിദ്യകളിലെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി സംയോജിപ്പിച്ച് ആപ്ലിക്കേഷനുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങൾ, നിർണായക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി അർദ്ധചാലകങ്ങൾ തദ്ദേശീയമാക്കാനുള്ള ISROയുടെ ശ്രമഫലമാണ് ഈ വികസനം. ബഹിരാകാശ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന കോർഡിക്, വാച്ച് ഡോഗ് ടൈമറുകൾ, അഡ്വാൻസ്ഡ് സീരിയൽ ബസുകൾ തുടങ്ങിയ കസ്റ്റം ഫംഗ്ഷണൽ പെരിഫറൽ ഇന്റർഫേസ് മോഡ്യൂളുകൾ ഭാവി ദൗത്യങ്ങളിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളോടെ സംയോജിപ്പിച്ചാണ് പുതിയ ചിപ്പുകളുടെ നിർമ്മാണം സാധ്യമാക്കിയിരിക്കുന്നത്. ISRO തിരുവനന്തപുരത്തെ ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റുമായി ഒരുമിച്ച് ചണ്ഡീഗഡിലെ സെമി കണ്ടക്ടർ ലാബോറട്ടറിയിലാണ് ഈ ചിപ്പുകൾ നിർമ്മിച്ചത്. തുടർന്ന് കർണാടകയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസിൽ ഇവയുടെ പാക്കേജും പൂർത്തിയാക്കി. പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഈ ചിപ്പുകൾ ബഹിരാകാശ ഗവേഷണ ദൗത്യങ്ങൾക്കൊപ്പം മറ്റു മേഖലകളിലെ കമ്പ്യൂട്ടിംഗ് ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും വിനിയോഗപ്പെടുത്താനാകുമെന്നാണ് ISRO വിശദീകരിക്കുന്നത്. ഇത്തരം സെമി കണ്ടക്ടറുകൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലും വിനിയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതും ശ്രദ്ധേയം. ഇവയുടെ രൂപകൽപ്പന കർശനമായ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ പരിശോധനകൾക്കും വിധേയമാക്കുകയുണ്ടായി. തദ്ദേശീയമായി സെമി കണ്ടക്ടറുകൾ വികസിപ്പിക്കാനുള്ള ISROയുടെ കർമ്മ പദ്ധതികൾ ഫലമണിയുന്നതിന്റെ സൂചനയാണ് IRIS ചിപ്പുകളുടെ വികസനം. IIT മദ്രാസിന്റെ ഡയറക്ടർ പ്രൊഫസർ V കാമകോടി ISRO സാധ്യമാക്കിയിരിക്കുന്ന ഈ നേട്ടത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുകയുണ്ടായി. ചിപ്പ് ഡിസൈൻ, ഫാബ്രിക്കേഷൻ, പാക്കേജിംഗ്, മദർബോർഡ് ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ, അസംബ്ലി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ബൂട്ടിംഗ് എന്നിങ്ങനെ ഈ പുതിയ ചിപ്പിന്റെ വികസന പ്രക്രിയ മുഴുവനും ഇന്ത്യയിലാണ് നടന്നതെന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൂർണ്ണമായും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച IRIS സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വിജയകരമായ എൻഡ് ടു എൻഡ് വികസനത്തിൽ ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ ഏറെ സംതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലേക്കുള്ള ISROയുടെ സംഭാവനയും ഈ നേട്ടത്തിലൂടെ അദ്ദേഹം ഉയർത്തിക്കാട്ടി. അതേസമയം പ്രത്യേക ഉൽപ്പന്ന യാഥാർത്ഥ്യവൽക്കരണത്തിൽ സ്വാശ്രയത്വം സാധ്യമാക്കുന്നതിനായി അക്കാദമിക് മേഖലകളുമായും സ്റ്റാർട്ടപ്പുകളുമായും പ്രവർത്തിക്കാൻ ചണ്ഡീഗഡിലെ സെമി കണ്ടക്ടർ ലാബോറട്ടറി സദാ സന്നദ്ധമാണെന്ന് ഡയറക്ടർ ജനറൽ കമൽജിത് സിംഗ് പറഞ്ഞു. സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനായുള്ള സുപ്രധാന ചുവടുവയ്പായ IRIS ചിപ്പുകളുടെ നിർമ്മാണം സാങ്കേതിക രംഗത്ത് ഇന്ത്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കർമ്മ പദ്ധതികളിൽ സുപ്രധാന ഏടായി തീർന്നിരിക്കുകയാണ്. ഒപ്പം ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ രാജ്യത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ശേഷിയെയും ഇത് പ്രകടമാക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേക്ഷണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നൂതനവും വിശ്വസനീയവുമായ ബഹിരാകാശ പേടക സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ഈ തദ്ദേശീയ സെമി കണ്ടക്ടർ ചിപ്പ് ISROയെ പ്രാപ്തമാക്കും. കൂടാതെ ഇവ ഉപഗ്രഹ ആശയവിനിമയം, നാവിഗേഷൻ, റിമോട്ട് സെൻസിംഗ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലും വിനിയോഗപ്പെടുത്താൻ സാധിക്കും. ഈ പദ്ധതിയുടെ വിജയം ഇന്ത്യൻ സെമി കണ്ടക്ടർ വ്യവസായത്തെ ഉത്തേജിപ്പിക്കുമെന്നും ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങളും നൂതനാശയങ്ങളും പ്രോത്സാഹിപ്പിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.